7-8% കുറഞ്ഞിട്ടും ഈ ഭൂരിപക്ഷത്തിലെത്താൻ കഴിഞ്ഞത് വയനാട് പ്രിയങ്ക ഗാന്ധിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതിന് എല്ലാ ജനങ്ങളും ഇടതുപക്ഷത്തിനടക്കം വോട്ട് കിട്ടിയിട്ടുണ്ട് വയനാട്ടിൽ. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നല്ല പറഞ്ഞില്ല, എല്ലാ സാമാന്യ ജനങ്ങളുടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, BJPയുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അവരെയും ആണ് ബാധിച്ചിരിക്കുന്നത് കൂടുതൽ. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്ക് വന്നപ്പോൾ അന്ന് തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കില്ല, 4-4.5 ലക്ഷത്തിനും ഇടയിൽ ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിലയിരുത്തലും കണക്കുകൂട്ടലും. അപ്പോൾ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പാലക്കാടത്തെ വിജയമാണ് ഏറ്റവും വലിയ സന്ദേശം കേരളത്തിൽ നൽകിയിരിക്കുന്നത്. കാരണം BJP നിയമത്തിന് ശേഷം ജയിക്കാൻ പോകുന്ന നിയമസഭാ സീറ്റായിട്ടാണ് പാലക്കാട് അവർ കണക്കിലെടുത്തത്. അത് ഇത്ര വലിയ ഭൂരിപക്ഷം, പാലക്കാട്ടിലെ ജനങ്ങൾ ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായ സൂചനയാണ്. ഞാനിപ്പോൾ പലരുടെയും കമൻറ്റുകൾ കേട്ടു എല്ലാവരും. പക്ഷേ രാഹുലിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ തിളക്കം എവിടെയാണ്? BJP ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള വിള്ളൽ ഉണ്ടാക്കിയിട്ടാണ് രാഹുൽ ഈ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള കൊട്ടേഷനുമായി വരുന്നവർക്ക് കേരളത്തിൽ രക്ഷയില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ്. അത് വയനാട്ടിലുണ്ട്, പാലക്കാട് അത് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജായിട്ടാണ് തരുന്നത്. അതിനെ വർഗീയതയുടെ വിജയമായിട്ടൊക്കെ ചിലരിപ്പോൾ എന്ത് തമാശയാണ്.